ശരണയ്യപ്പ ദുർഘടമയ സാവേ ശരണയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ ധീരസനയ്യനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ. മണ്ഡല മകര വിളക്ക് കാലത്താണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ഉത്സവം. മകര 28. ഹലോ, ഞാൻ ഷിബി. ഇത് എൻ്റെ ഒരു ഗ്രാമമാണ്. ഈ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രളയം കവർന്നെടുത്ത ഒരു ഗ്രാമത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഒരു ഉത്സവം കൂടിയാണ്. ഓക്കെ, വിളിക്കാം. സമയ ശരണയ്യപ്പ. സന്തോഷം. ശരി. ഏതാണ്ട് 500-525 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. പുരാതന കാലം മുതൽ ഇത് ദൂരൽ കാട് കൊണ്ട് നിറഞ്ഞിരുന്നൊരു ക്ഷേത്രമാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ യാത്ര തുടങ്ങുന്നത് ചാത്തൻപ്രാപ്പള്ളിക്കും പ്ലാപ്പള്ളിക്കുമുള്ള കവലയിൽ നിന്നാണ്. അതായത് നമ്മുടെ ഇന്നത്തെ യാത്ര പ്ലാപ്പള്ളി ചൂരക്കാട്ട് ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാവടി ഘോഷയാത്ര ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കണ്ട് ആസ്വദിക്കാം. ഇതാണ് ചാത്തൻപ്രാപ്പള്ളിക്ക് തിരിയുന്ന റോഡ്. ചാത്തൻപ്രാപ്പള്ളി കൂന്തമ്പാറ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്ലാപ്പള്ളിക്കുള്ള റോഡാണ്. അതായത് ചൂരക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്ലാപ്പള്ളി. സ്വാമിയെ ശരണമയ്യപ്പ. പുരാതനമായ പ്ലാപ്പള്ളി ചൂരക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് 2 കിലോമീറ്ററാണ് ഉള്ളത്. അതുപോലെ അവിടെ തന്നെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രവും തലപ്പാറമല്ല ശ്രീ ദുർഗാ ഭദ്രാദേവി ക്ഷേത്രവുമുണ്ട്. അപ്പോൾ ഇവിടെ കാവടി ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പ്ലാപ്പള്ളിക്ക് യാത്ര ചെയ്യാം. മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞനിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞനിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. ജടമുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നി മുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. ജടമുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നി മുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. കാട്ടാനകളോടൊത്തു കരിമ്പുലി കടുവാപടയണികൾ, കണിക്കൊരുക്കും മണിനാഥങ്ങൾ തിരുനടകാക്കുന്നു, എന്നും തിരുനടകാക്കുന്നു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞളിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. പൊന്നമ്പലമണി പീഠം തെളിയും തിരുനടകണി കണ്ടു, ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളണികണി കണ്ടു. പൊന്നമ്പലമണി പീഠം തെളിയും തിരുനടകണി കണ്ടു, ചിന്മുദ്രാങ്കിത യോഗ സമാധി. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയി. ഇത് കടയായിരുന്നു, വീടായിരുന്നു ഇവിടെ കട. മോഹൻചാറിൻ്റെ കട അല്ലേ? ഇതിൻ്റെ 3 വയസ്സായിരുന്നു വീട് പോയതല്ലേ? ഇവിടെ വീടായിരുന്നു. മുകളിൽ നിന്ന് ഇവിടുത്തെ ഒരു വീടും ഒരു കടയൊക്കെ നഷ്ടപ്പെട്ടു. പരമേശ്വരാധിപ്രകീർത്തിത ഉന്നതോന്നത വൈഭവ പരിപാകി മാം കരുണാനിധി. പന്നഗേന്ദ്ര സുഷായിത പരമേശ്വരാധിപ്രകീർത്തിത ഉന്നതോന്നത വൈഭവ പരിപാകി മാം കരുണാനിധി. ഉന്നതോന്നത വൈഭവ പരിപാകി മാം കരുണാനിധി.
മധുകൈടവാദി വിനാശന മാധവ മഹിതാപര മധുകൈടവാദി വിനാശന കാണുവാനിവനുണ്ടൊരാഗണീശ്വര പദപങ്കജം കണ്ടു കൈതൊഴനീകണം തുണപത്മനാഭനഗർനിഷം കാണുവാനിവനുണ്ടൊരാഗണീശ്വര പദപങ്കജം കണ്ടു കൈതൊഴനീകണം തുണപത്മനാഭനഗർനിഷം കാണുവാനിവനുണ്ടൊരാഗണീശ്വര പദപങ്കജം ദുർഗാദേവി ക്ഷേത്രം അല്ലേ? ഈ ക്ഷേത്രത്തിൽ നിന്നാണ് എനിക്ക് രാത്രി ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞതല്ലേ ഏട്ടാ ഇവിടുത്തെ ഇവിടുന്ന് ഇപ്പോൾ കാവടി അങ്ങോട്ട് പോയി. ഇവിടുന്ന് തന്നെ ദൂരമുണ്ട്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഇച്ചിരി ഉള്ളൂ. ആ ആണോ? ചെന്നല്ലേ? മനസാ പങ്കജവാസേ യോഗനാദി ദാനവാരി മനസാ പങ്കജവാസേ ശോകനാശിനി നിൻ പാദം ആശുനാഗേ. പ്ലാപ്പള്ളി ഗുരുദേവ ക്ഷേത്രം ഇവിടെ വന്ന് നമ്മൾ വീട്ടിലേക്കാണ്. ഹായ്, ഇതുകൊണ്ട് പോകാൻ പറ്റുമോ? ഇറങ്ങണം ഇറങ്ങണം. എന്ന സ്ഥലം എന്ന് പറയുന്നത് പ്ലാപ്പള്ളി, അതായത് ചൂരക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏത് കൊടുംവേനലിലും ഇവിടെ ഒരു വറ്റാത്ത വെള്ളമുള്ള, നമ്മളിപ്പോൾ കണ്ടുള്ള ഈ പ്രദേശം എന്ന് പറയുന്നത് പാറയാണ്. ഈ പാറയിൽ വറ്റാത്ത വെള്ളമുള്ള ഒരു കിണറുണ്ട്. ആ കിണർ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ആ കിണർ. ഈ വെള്ളം ഇതുവരെ ഈ
പാറപ്പുറത്തുള്ള ഈ കിണറിലെ വെള്ളം ഇതുവരെ പറ്റിയിട്ടില്ലെന്നുള്ളത് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഇവിടുത്തെ ഈ നാട്ടുകാരനായ മുരളിച്ചേട്ടൻ ഈ കിണറിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം എനിക്ക് ഏതാണ്ട് 500-525 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. പുരാതന കാലം മുതൽ ഇത് ചൂരൽ കാട് കൊണ്ട് നിറഞ്ഞിരുന്നൊരു ക്ഷേത്രമാണ്. അങ്ങനെയാണ് ചൂരൽക്കാട് എന്ന് ക്ഷേത്രത്തിന് പേര് നിർമ്മിച്ചത്. അത് കാലക്രമേണ അത് പുരോഗമനപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് അത് എല്ലാം ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് പണിത് നല്ല രീതിയിൽ എത്തിച്ചതിന് ശേഷമാണ് ആ ചൂരൽക്കാട് കന്മാർക്കിട്ട്. ഇപ്പം ഇത് ഒരു മഹാത്ഭുതമാണ്. ഒരിക്കലും പറ്റാത്തൊരു കിണറാണ്. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വേഗം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പാറയുടെ പുറത്ത് ഒരിക്കലും പറ്റാത്തൊരു കിണറായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. ഇത് ഒരു 500-600 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചൂരൽക്കാട് മഹാക്ഷേത്രം നേരെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ശബരിമലയായിട്ട് നേരെ ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു പേരുകെട്ട അമ്പലമാണ്. ഇത് എന്തുകൊണ്ടും നല്ല ശക്തിയുക്തമായ ഒരു അമ്പലമാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് ആരൊക്കെ വിട്ടുപോയെന്ന് പറഞ്ഞാലും ഉത്സവ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിച്ചേരുകയും ക്ഷേത്ര വഴിപാടുകളൊക്കെ നടത്തി പിരിഞ്ഞു പോവുകയും ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. അങ്ങനെ ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് 500-525 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുള്ള ഈ പ്രദേശത്തെയും വിവിധ പ്രദേശങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ എല്ലാ ആൾക്കാരെയും സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചു വന്ന അമ്പലമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്താവ്. ബാക്കിയുള്ള പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞാൽ ബാക്കി ഉപദേവ പ്രതിഷ്ഠയുണ്ട്. ഗണപതി ക്ഷേത്രമുണ്ട്. പിന്നെ മാളവിപ്പുറം ക്ഷേത്രം. മാളവിപ്പുറത്തമ്മയുണ്ടല്ലേ? മാളവിപ്പുറത്തമ്മയാണ് നമ്മൾ നേരെ കാണുന്നതാണ് മാളവിപ്പുറത്തമ്മ. അതിന് തൊട്ട് മുകളിലത്തെ അതിന് നേരെ തൊട്ട് മുകളിലിരിക്കുന്ന ആ ക്ഷേത്രത്തിന് പ്രത്യേകത ആ ക്ഷേത്രം മാത്രം നേരെ അങ്ങോട്ട് ദർശനമായിട്ടായിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള ക്ഷേത്രത്തിൽ ആ ക്ഷേത്രം എന്ന് വെച്ചാൽ അതാണ് ഇവിടുത്തെ ഒരു പണ്ട് ആദിവാസികളുടെ കോച്ചേരി അമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീക്കാണ് ഈ വിഗ്രഹം ഈ വനത്തിൽ കിടന്ന് കിട്ടുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് ശാസ്താവിനെ നേരിട്ട് കാണാൻ വേണ്ടി അത് ആ മുഖാമുഖമാണ് ആ ക്ഷേത്രം നേരെ തിരിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുന്നത്. ബാക്കിയുള്ള ക്ഷേത്രം ഇങ്ങോട്ട് തിരിഞ്ഞ് അപ്പോൾ ആ കിട്ടിയ അമ്മയാണ് കൊച്ചേരി അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് മകനെ കാണാൻ വേണ്ടിയാണ് ക്ഷേത്രം അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. ശാസ്താവ് ഇങ്ങോട്ട് തിരിച്ചിരിക്കുന്നത്. അതാണ് ആ ഇതിൻ്റെ പ്രത്യേകത. എല്ലാ വർഷത്തെയും മകര 28 മഹോത്സവമാണ്. മകര 28-ാം തീയതി കുംഭം 1-ാം തീയതി തീരുന്ന ഉത്സവമാണ്. അങ്ങനെയല്ലേ? അപ്പോൾ കാര്യപരിപാടികളൊക്കെ ആയിട്ട് വല്ലതും പരിപാടി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥയെല്ലാം വെച്ചാൽ എല്ലാ വർഷങ്ങളും നല്ല രീതിയിലുള്ള കലാപരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ വാഹന സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ടാണ് ഈ റോഡ് ഇത്രയായിട്ട് അരങ്ങിയത്. നല്ലാതെ ഇതോടെ നാടകങ്ങളും ബാലകളും എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ എല്ലാ നാട്ടുകാരുടെ സാധനത്തോടെ തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് ഇതെല്ലാം സാധനങ്ങൾ അവതരിപ്പിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്ഷേത്രം. എന്നാലും ഉത്സവം നടത്തിയാൽ യാതൊരു 5 പൈസ പോലും കടവില്ലാതെ ഉത്സവങ്ങളെല്ലാം തീർന്ന് നാട്ടുകാരെ എല്ലാവരും ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടന്നു പോകുന്ന അമ്പലമാണ്. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞനിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞനിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. ജടമുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നി മുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. ജടമുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നി മുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. കാട്ടാനകളോടൊത്തു കരിമ്പുലി കടുവാപടയണികൾ, കണിക്കൊരുക്കും മണിനാഥങ്ങൾ തിരുനടകാക്കുന്നു, എന്നും തിരുനടകാക്കുന്നു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞളിലാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. പൊന്നമ്പലമണി പീഠം തെളിയും തിരുനടകണി കണ്ടു, ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളമികണി കണ്ടു. പൊന്നമ്പലമണി പീഠം തെളിയും തിരുനടകണി കണ്ടു, ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളമികണി കണ്ടു. അർക്കതാരക ചക്രം ചുറ്റും തിരുനടകണി കണ്ടു, പ്രപഞ്ചമൂലം മണികണ്ഠൻ തിരുനാമ കണി കണ്ടു,
തിരുനാമം കണി കണ്ടു. അർക്കധാരക ചക്രം ചുറ്റും തിരുനടകണി കണ്ടു. പ്രപഞ്ചമൂലം മണികണ്ഠൻ തിരുനാമം കണി കണ്ടു. തിരുനാമം കണി കണ്ടു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ. മഞ്ഞണിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. മോഹ പൂങ്കാവനമുണ്ടേ. ഇപ്പൊ പ്ലാപ്പള്ളി ചൂരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനെ കുറിച്ച് ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മയാണ്. തലമുറകളായിട്ട് വില്ലപ്പന്മാരായിരുന്നു. അവര് ഒരു തലമുറ മാറി ഇപ്പം ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മ. പേര് പ്രഭാകരൻ മാടപ്പാറ. അനിയനാണ് ഇവിടുത്തെ തിരുമേനി പ്രഭാതൻ. അപ്പം ഇത് ഇങ്ങനെ ഒരു പുല്ല് പിടിച്ച് കിടന്ന ഒരു കാലഘട്ടത്തിൽ തീ പിടിച്ച് വന്നപ്പോൾ ഒരു വില്ലമ്മയുണ്ട്. ആ വില്ലമ്മയാണ് ഈ കോച്ചേരി അമ്മ. ആ കോച്ചാരി അമ്മയാണ് ഈ ഭഗവാനെ കണ്ടുകൊടുന്നത്. പാർച്ച് കെട്ടോണ്ട് ഓടിച്ചെന്ന് കൊട്ടിയെ എടുത്തു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ച ഒരു പാറപ്പുറത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വന്ന് വെള്ളം എടുക്കാനായിട്ട് ഈ വെള്ളം ഇതാണ് ഓരിയായിരുന്നു. ആ ഓരി ഇന്ന് വെള്ളം എടുത്തോണ്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ പ്രതിഷ്ഠയായി. അന്ന് മുതൽ ഞങ്ങളുടെ മുത്തച്ഛൻകാരന്മാർ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ തലമുറയായിട്ട് ഇങ്ങനെ ഇവിടെ മൊത്തം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പോയി ഈ വനമായിട്ട് നടക്കുക. ഈ ക്ഷേത്രത്തിന് പാറക്കെട്ടേക്ക് അടിച്ചു. ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആ കിണറാണ്. ഞങ്ങൾ കുത്തിയതല്ല, നേരത്തെ ഉള്ളതാണ്. അപ്പോൾ ഈ മാണ്ടേ 3 പ്രാവശ്യം പരിപാടിയാണ്. പിന്നെ ഇപ്പം പൊതുജനങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് നടത്തുകയാണ് ക്ഷേത്ര ചടങ്ങുകൾ. ആദിവാസികളായ ഞങ്ങൾ മറ്റ് പുറത്തുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടെല്ലാം പൊതുജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ തണല മൊത്തം മരമല്ല. ചേട്ടാ ഞാൻ താഴെ ഇറങ്ങിയിട്ട് തിരിച്ചു വിളിക്കാം. ഉത്സവം നടക്കുമ്പോൾ നമുക്ക് കാര്യപരിപാടികൾ കലാപരിപാടികളൊക്കെ കാര്യമായിട്ടുള്ള വർഷങ്ങളിൽ നമ്മുടെ പോസ്റ്റുകൾ നാട്ടി വെച്ചിരിക്കുന്നുണ്ട്. അവിടുത്തെ അതേലാണ് ഇവിടുത്തെ സ്റ്റേജ് സാധാരണഗതിയായി അവിടെ തൊട്ടിങ്ങനെ താഴത്തോട്ടിങ്ങനെ നമ്മുടെ ഈ പാറപ്പുറത്ത് ആൾക്കാർ ഇരുന്ന് പരിപാടി കാണുന്ന ഒരു രീതിയാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഈ വർഷം അതിന് മാത്രമുള്ള വലിയ പരിപാടികൾ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒന്നും ചെയ്യാതിട്ടിരിക്കുന്നത്. നമ്മുടെ ചൂരക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് നമ്മളെത്തി. ഇവിടുത്തെ വീഡിയോ ഒക്കെ പകർത്താൻ പറ്റിയത് തന്നെ നമുക്ക് വലിയൊരു അത്ഭുതമാണ് എന്ന് തന്നെ പറയുന്നത്. പക്ഷേ നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ലെന്നുള്ളതിന് വേറൊരു സങ്കടം കൂടെ ഉണ്ട്. നമ്മുടെ വലിയൊരു കാഴ്ച നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടിരിക്കുകയാണ്. എൻ്റെ ഗുരുനാഥൻ, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനും ഗുരുനാഥനുമായ അദ്ദേഹത്തെ കാണാൻ പറ്റി. വരാതെ മുന്നോട്ട് പോകാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗുരുനാഥൻ. ആയിക്കോട്ടെ, ഭയങ്കര സന്തോഷം സാറേ. ഇപ്പോൾ സാറ് വർക്ക് ചെയ്യുന്ന അന്നേരം ആ റൂമിൽ അന്നേരം ഏത് കോട്ടയത്ത് ഉത്സവം കൂടാൻ വേണ്ടി വന്നാ സ്വാമിയെ ശരണമായി. സന്തോഷം. ശരി. ഞാൻ ഷിബി. ഇത് എൻ്റെ ഒരു ഗ്രാമമാണ്. പ്രളയം കവർന്ന ഒരു ഗ്രാമത്തിൻ്റെ അതിജീവനത്തിൻ്റെ ആഘോഷം കൂടിയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രളയം ഈ ഗ്രാമത്തെ കാർന്നു നിന്നപ്പോൾ ഇവിടെ നാട്ടുകാർക്കൊരു ആശ്രയമായിട്ട് നിന്ന, അല്ലെങ്കിൽ നാട്ടുകാർക്കൊരു അവർക്കൊരു കേന്ദ്രീകൃതമായ ഒരു കൂട്ടായ്മയ്ക്കുള്ള ഒരു വേദി കൂടിയായിരുന്നു ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഈ നിലനിൽപ്പും ഈ ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ചാണ് ഈ ഗ്രാമത്തിൻ്റെ ഉയർച്ചയും അല്ലെങ്കിൽ പിന്നീടുള്ള കൂട്ടായ്മയിലൂടെ ഉള്ള തുടർ പ്രവർത്തനങ്ങളും എല്ലാം നടന്നത് ഈ ക്ഷേത്രത്തിലൂടെയാണ്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു അത്താണി കൂടിയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രളയത്തെ തുടർന്ന് ഇവിടുത്തെ ഗ്രാമവാസികളിൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും പുറത്താണ്. ഇവിടെ വാസയോഗ്യമല്ലാതെ ആവുകയും ആൾക്കാരെല്ലാം പുറത്താണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ പങ്കുചേരുന്ന ഭക്തരിൽ അധികവും
ഇവിടെ താമസിച്ചിട്ട് പിന്നീട് പുറത്ത് പോയിട്ട് വന്നിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് ഏതാണ്ട് വലിയൊരു ശതമാനം. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ ആ അതിജീവനം കൂടെ ഇതിനകത്ത് ഒരു പ്രധാന ഘടകമായി വരുന്നു എന്നുള്ളതാണ് ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന ഒരു കാര്യം. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്, കരയിൽ സ്വാമി തൻ പൊന്നണിമേട്, സ്വാമിക്ക് പമ്പയൊരു പൂണുലയൻ, ആത്മാവല്ലയോ കോവില്, ഉടയോന് പകരുന്നു ഉയരാർന്ന കീർത്തനം, അറിയണം അടിയന്റെ സങ്കടം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൽ തുറന്നീടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തി തൻ അമൃതം അരുളണേ. മനസാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സ്വാമി ശരണം. നമസ്കാരം. ഞാൻ പ്ലാപ്പള്ളി ചൂരക്കാട് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഇത് ഊരാഴ്മയാണ്. ബാക്കി കമ്മിറ്റി പ്രവർത്തകർ അസിസ്റ്റന്റ് ശാന്തിമാരാണ്. നമ്മുടെ കുട്ടിയ പഞ്ചായത്തിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് പ്ലാപ്പള്ളി ചൂരക്കാട് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ, എൻ്റെ ചേട്ടനാണിത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ആ 7ാമത്തെ തലമുറയാണ്. അപ്പോൾ ഈ ക്ഷേത്രം ഊരാഴ്മ സ്ഥാനത്തോടെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മൊത്തത്തിൽ എല്ലാ ജാതി മത ഭേദമന്യോടെ കൂടി എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ നടത്തിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 10-18 വർഷമായിട്ട്. അപ്പം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസം പറഞ്ഞാൽ മകര 28 മകോത്സവമാണ്. ആ മകര 28 മകോത്സവമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്ന. കുംഭം 1-നായിരുന്നു കാവടി. അത് നമ്മൾ ഒരു മാസം മുന്നോട്ട് പോകുന്നതുകൊണ്ട് കുംഭം 3-ാം തീയതി കൊണ്ട് കാവടി നടന്നിരിക്കുകയാണ് ഇന്ന്. അപ്പം ദേവൻ്റെ പ്രധാനപ്പെട്ട ഈ പ്ലാപ്പള്ളിയിൽ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രവും അതുപോലെ കൂട്ടിയ പഞ്ചായത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ് ഇത്. അപ്പോൾ 500 വർഷം മേലെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പള്ളിക്കെട്ടുമായിട്ട് വരുന്ന ആതിരപ്പള്ളി താലൂക്കിൽ തന്നെ ഈ ശാസ്താക്ഷേത്രത്തിലാണ് പള്ളിക്കെട്ടുമായിട്ട് വരുന്ന ക്ഷേത്രമാണ് ഇത്. അപ്പോൾ ഇന്നലെ വൈകിട്ടൊരു കെട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ കാവടിയോടുകൂടി ഒരു പള്ളിക്കെട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കും. അന്ന് 101% ഞാൻ ഉറപ്പ് പറയുന്നു. രോഗമായിട്ട് വരുന്ന ഭക്തജനങ്ങൾ ഈ ദേവനെ, അതായത് ഈ ദേവൻ്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ദേവൻ അമൃത കലശമായിട്ടിരിക്കുന്നതാണ്. അതായത് നമ്മൾ അമൃതം എന്ന് പറഞ്ഞാൽ മരുന്നാണ്. അപ്പോൾ ഈ മരുന്ന് കലശമായിട്ട് ഇരിക്കുന്ന ഒരു ചൈതന്യമാണ് ഈ ദേവന്. അതായത് ഇളംകുളം ശാസ്താവിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ശാസ്താവ് ഇരിക്കുന്നത്. അതാണ് ശാസ്താവ്, പ്രധാനപ്പെട്ട ശാസ്താവ്. അപ്പോൾ ഈ ശാസ്താവിൻ്റെ അടുത്ത് നമ്മൾ അസുഖമായിട്ട് വന്നാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും ഈ പ്രാർത്ഥനയോടെ മാറിക്കിട്ടുന്നതാണ് വിശ്വസിച്ചിരിക്കുന്ന. വിശ്വാസമുള്ളവരുണ്ട്, വിശ്വസിച്ചിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് പള്ളിക്കെട്ടുമായിട്ട് വന്നവർക്കൊക്കെ നല്ല അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് എന്നോടൊന്ന് നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതുപോലെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്ഷേത്രം പുതുക്കി പണിതിരിക്കുന്നത്. മറ്റ് ജനങ്ങളും മറ്റ് ഇതര പ്രദേശങ്ങളിലുള്ള എല്ലാവരുടെയും ഇവിടുത്തെയും ജനങ്ങളുടെ ആത്മാർത്ഥമായൊരു സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതിന് പുതിയ ഭരണസമിതികളൊക്കെ ഉണ്ട്. ആ ഭരണസമിതികളാണ് കൂടി നമ്മുടെ ക്ഷേത്രം പുനർനിർമ്മാണമൊക്കെ നടത്തുകയും ചെയ്തു. ഏകദേശം ഒരു 10-18 ലക്ഷം രൂപയുടെ അത്ര മുടക്കി 1.5 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ക്ഷേത്രം പണി തീർക്കുകയും ചെയ്തു. അതിന് ഈ നാട്ടിലെ മറ്റ് ഇതര പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമി ശരണയ്യപ്പ. നമ്മുടെ അനിലിൻ്റെ കൂട്ടത്തിലാണ് ഇവിടെ വരെ നമ്മുടെ ഉത്സവം കൂടാൻ എത്തിയത്. ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂർ താമസിച്ചു പോയി. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കാവടി ഘോഷയാത്രയൊക്കെ വീഡിയോയിൽ പകർത്താൻ പറ്റുമായിരുന്നു.
എന്ന് പറഞ്ഞേ? ആ മാടപ്പാറ മാടപ്പാറ. അവിടെ മില്ലുമ്മ ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വർഷത്തിൽ എന്ന് പറഞ്ഞ തങ്കമ്മ. ഈ നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലത്താണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ഉത്സവം. അല്ല, ഈ മകര 28. അല്ല, മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ. ഈ ഡേറ്റിൽ തന്നെ മകര 28 പുഞ്ചയിൽ 504 കോളനിയിൽ അവിടെ 504 കഴിഞ്ഞ് കോപ്പാറമല, അതും വനത്തിലാണ്. ഈ ഡേറ്റ് ഈ മകര 28 തന്നെയാണ് ഉത്സവം നടക്കുന്നത്, അതും വനത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതല്ല, നമ്മൾ ഈ മകരവിളക്ക് മണ്ഡലകാലത്ത് ഇവിടെ ഭജനയൊക്കെ മറ്റു കാര്യങ്ങൾ നടക്കാറുണ്ടോ? ഇല്ല, മാസം തോറും നട തുറന്ന് പിന്നെ പൂജ നടത്താറുണ്ട്. 1-ാം തീയതി എല്ലാ മാസവും 1-ാം തീയതി നട തുറന്നു. പിന്നെ പ്രധാനം എന്ന് പറഞ്ഞാൽ കന്നി മാസത്തിൽ അവിടെ നല്ല പിന്നെ കൊട്ടും മേളമൊക്കെ ആയിട്ട് പൂജയുണ്ട്. പിന്നെ വൃശ്ചികം ആദ്യം വൃശ്ചികം 1 അന്നുമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഉത്സവമാണ് ഈ മകര 28 എന്നാണ് പറയുന്നത്. അത് 29 മുതൽ ഉത്സവം തുടങ്ങി മാസം അനുസരിച്ചുള്ളതാണ് പോകുന്നത്. ദിവസങ്ങൾ ഈ പ്രാവശ്യം ഒരു ദിവസത്തെ മാറ്റമുണ്ട്. അതാണ് നാളെ ഏതാണ്ട് 500 വർഷത്തെ പഴക്കമുണ്ടല്ലേ? 500-ന് മുകളിലുണ്ട്. നമ്മുടെ അതിൻ്റെ അവിടെ ഇരിക്കുന്ന നമ്മുടെ ആയുധങ്ങളൊക്കെ കണ്ടാൽ അറിയാം. അത് ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ, എനിക്കിപ്പം 68 വയസ്സായി, എൻ്റെ ഓർമ്മയിൽ ഇതുണ്ട്. മുത്തച്ഛൻ വില്ലമ്മ മരിക്കുമ്പോൾ ഈ ക്ഷേത്രം പണിത് വില്ലമ്മ മരിക്കുന്നത് 112-ാമത്തെ വയസ്സിലാണ്. ആ വില്ലമ്മ പറഞ്ഞു തന്നു. ആ വില്ലമ്മയുടെ ഭർത്താവ് കുഞ്ഞൻ മാടപ്പാറ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അവരൊക്കെ അത് കഴിഞ്ഞ് ആ തലമുറയായിട്ട് വരികയാണ്. ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ പേര് ക്ഷേത്രം അടുത്ത നാളിലാണ്. മലയേറിയ മഹാസഭ തിരുവിതാംകൂർ സഭയാണ്. മലയേറിയമ്മ ഇങ്ങനെയായിരുന്നു. മലയേറിയന്മാരുടെ പിന്നെ ഊരാഴ്മ ക്ഷേത്രമുണ്ട്. ഊരാഴ്മ ക്ഷേത്രം എന്നാണ് നട എഴുതിയിട്ടുണ്ട്. അവിടെ വെല്ലിയന്തയിലൊക്കെ ഉള്ളത് അത് തന്നെയല്ലേ? എന്തോ വലിയന്തയിലുള്ളത് അത് തന്നെയല്ലേ? വലിയന്തേല് അവരൊക്കെ അവിടെ ഈ പ്രദേശത്തല്ലേ 16 കരക്കാരിൽ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ വളരെ നല്ല ഇതായിട്ട് പുതിയ ജനങ്ങളുടെ അവർക്ക് ഭയങ്കര ഭഗവാന്റെ അവിടെ വരുന്ന മാസം ഈ നമ്മുടെ ഫെബ്രുവരി 28 അവിടെ ഉത്സവമാണ് വലിയന്തേല്. ഇത് മാളയപ്പുറത്തമ്മ. ഇത് ആദ്യം അവരെ നാട്ടിൽ വെച്ചത് സരസൗകര്യം ഇല്ലായിരുന്നോണ്ട് ഇങ്ങനെ മെയിനായിട്ട് ഇവിടെ അടുത്ത് വലിയ ക്ഷേത്രം അത് നേരെ റോഡിൻ്റെ അടി വച്ചിരിക്കുന്ന ക്ഷേത്രം. മുകളിൽ ഉള്ളത് അമ്പാടിക്കുന്നമ്പലം അല്ലേ? ഒരു 9 വർഷം ശാന്തിയല്ലേ? താഴെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ? ഞാനവിടെ 2 അമ്പലത്തിലും വന്നിട്ടുണ്ട്. ഒന്ന് അവരെ തിരുവേനി സുഗുണശർമാജി, അത് മേളത്തെ അമ്പലം റോഡിന്റെ മേളിൽ. ഇവിടുത്തെ താന്ത്രിക വിദ്യ സ്വന്തം എല്ലാം ഞങ്ങൾ തന്നെ. താന്ത്രിക വിദ്യയും എല്ലാം ശാന്തി, മേൽശാന്തി, കീഴ്ശാന്തി, വെളിച്ചപ്പാട് ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ. കുടുംബത്തിന്റെ പിന്നെ സഹായികളുണ്ട്. നല്ലതായിരുന്നു പള്ളിവേട്ട. ഇന്ന് ആറാട്ട്, ഇന്നിപ്പം വൈകിട്ട് ആറാട്ടുണ്ട്. അതോടുകൂടി ഈ ആറാട്ടിന് ഞങ്ങളെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഭഗവാനെ ആറാട്ടിന് കൊണ്ടുപോകാം. ഇപ്പോൾ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടായാൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ഉത്സവത്തിൽ നമ്മൾ കൂടുതൽ നമ്മുടെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിരിക്കും. ആദ്യം മുതൽക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ കൊടുങ്ങാമ്പലത്തിലൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇത് നമ്മൾ അപ്രതീക്ഷിതമായി ഇന്ന് വന്നതാണ്, കരുതിക്കൂട്ടി വന്നതല്ല. അപ്പം ഭഗവാന്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ, നാട്ടുകാർക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. കൂടുതൽ നമ്മൾ അടുത്ത തവണ ഫുള്ളായിട്ട് ഉത്സവം കവർ ചെയ്യാൻ തമ്മിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. വാലിയൻ്റ് അറ്റ് സന്തോഷ് കാറ്റഗറി വാലിയൻ്റ്. നമ്മുടെ ഈ ദേവന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഈ സ്വയംഭൂ വിഗ്രഹമാണിത്. അതായത് ഇവിടുന്ന് തന്നെ കിട്ടിയതാണ്, നമ്മളിത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നതല്ല. അപ്പോൾ ഇത് കണ്ടെത്തിയെന്ന് വെച്ചാൽ നമ്മുടെ കോച്ചേരി അമ്മയെന്ന് പറഞ്ഞാൽ കോച്ചേരി കുടുംബത്തിൽപ്പെട്ട ഒരു മുത്തശ്ശിയാണ് ഈ ക്ഷേത്രത്തിലെ അതിപുരാതനമായ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കോച്ചേരി അമ്മയുടെ ക്ഷേത്രമാണ് തൊട്ട് താഴെ കാണുന്നത്. അത് ദേവനെ അഭിമുഖീകരിച്ചാണ് ആ കോച്ചേരി അമ്മ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ദേവനെ കണ്ടുകൊണ്ടിരിക്കണമെന്നൊരു ചൈതന്യമാണ് ഇവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് ആ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാക്കി ദേവനെ അഭിമുഖീകരിച്ച് തന്നെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ ഈ ദേവന്റെ ചൈതന്യവും കൂടുന്നതിന് വേണ്ടിയും ഇവിടുത്തെ ഉത്സവത്തിന് മുമ്പ് ഈ കൊച്ചേരിയമ്മയ്ക്ക് ഒരു പൂജകൾ നടത്തിയും കൊച്ചേരിയമ്മ ഈ ദേവനെ കണ്ടെത്തുകയുമാണ്. അഗ്നി ബാധിച്ച് ഭയങ്കര തീ ഗോളങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അതിൽ നിന്ന് ഒരു കാർച്ചി ബഹളം കേട്ട് അങ്ങനെ കൊച്ചേരിയമ്മ അങ്ങനെ ഓടിക്കയറി ചെന്നതാണ്. അതായത് എൻ്റെ കാരണന്മാരും എൻ്റെ അച്ഛനും മുത്തച്ഛനും അങ്ങനെ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കറിയത്തുള്ളൂ. കറക്റ്റായിട്ട് നമുക്ക്, കാരണം അവരുടെ പറഞ്ഞുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. നമുക്കത് പൂർണ്ണമായിട്ട് ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കിയതല്ല, നമ്മുടെ പൂർവിക കാരണന്മാർ പറഞ്ഞ്
തന്നിരിക്കുന്നതാണ്. ആ അറിവ് മാത്രം ഞാൻ പറയുന്നത്. അപ്പോൾ കോച്ചേരിയമ്മ ദേവനെ കണ്ടെത്തുകയും ആ ദേവൻ ഒരു കുഞ്ഞു കരയുന്ന വെച്ച് കേട്ട് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു കൊച്ചിന് കരയുന്ന പോലെ തോന്നി. പെട്ടെന്ന് വെള്ളം എടുക്കാൻ പോയി. കോച്ചേരിയമ്മ വെള്ളം എടുക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു വിഗ്രഹം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ ദേവനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ആ വിഗ്രഹിക്കുന്ന സ്ഥാനത്തും, അതായത് ഇത് പുതുക്കി പണിതപ്പോൾ പോലും ഒരു കണക്കിന് വ്യത്യാസമില്ലാതെ, തച്ചന്മാർ വന്ന് നോക്കിയിട്ട് ഒരു കണക്കിന് വ്യത്യാസമില്ലാതെ, കോട്ടം പോലും ഇല്ല ക്ഷേത്രത്തിന്. അതേ കണക്കിൽ തന്നെ ഇപ്പോഴും പണം തീർത്തിരിക്കുന്നു. ഇനി ചെറിയ ഉദയവന്മാരുടെ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതിനും എല്ലാവരുടെയും ആത്മാർത്ഥ സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണയ്യപ്പ സ്വാമിയേ വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. ജടമുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു. വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. കാട്ടാനകളോടൊത്തു കരിമ്പുലി കഴുവാപടയണികൾ കണികൊരുക്കും മണിനാഥങ്ങൾ തിരുനടകാക്കുന്നു. എന്നും തിരുനടകാക്കുന്നു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ. മഞ്ഞളിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ. തങ്ക പൂങ്കാവനമുണ്ടേ. പൊന്നമ്പലമണി പീഠം തെളിയും തിരുനടകണി കണ്ടു. ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളൊണികണി കണ്ടു. പൊന്നമ്പലമണി പീഠം തെളിയും തിരുനടകണി കണ്ടു. ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളൊണികണി കണ്ടു. അർക്കതാരക ചക്രം ചുറ്റും തിരുനടകണി കണ്ടു. പ്രപഞ്ചമൂലം മണികണ്ഠൻ തിരുനാമം കണി കണ്ടു. തിരുനാമം കണി കണ്ടു. അർക്കതാരക ചക്രം ചുറ്റും തിരുനടകണി കണ്ടു. പ്രപഞ്ചമൂലം മണികണ്ഠൻ തിരുനാമം കണി കണ്ടു. തിരുവുത്സവ ആശംസകൾ. കണി കണ്ടു. സന്തോഷത്തിന്റെ പ്രതീകമല്ലേ പായസം. അല്ല, സാറിനെ അവിടെ പിടിച്ചു നിർത്തില്ല. എല്ലാവർക്കും തിരുവുത്സവ ആശംസകൾ. ഇത് അലങ്കാരം എംജിആർ അലങ്കാരം യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കിലാണ് സന്തോഷ് കാരാക്കരയിൽ, യൂട്യൂബിലാണെങ്കിൽ വാലിയൻ്റ്. അത് കഴിഞ്ഞുകൊണ്ടാ ഒന്നിച്ചുകൊണ്ടാ കേട്ടില്ല. കൃപയേകണം ജഗദീശ്വര.
പരമേശ്വര